ലൂക്ക 4:31 മുതൽ 36 വരെ. അവന്റെ വചനം അധികാരത്തോടെയാകിയാൽ അവൻ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവിടെ പള്ളിയിൽ അശുദ്ധഭൂതം ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നസ്രായനായ യേശുവെ വിടൂ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിക്കാൻ വന്നിരിക്കുന്നുവോ? നീ ആർ എന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് ഉറക്കെ നിലവിളിച്ചു. മിണ്ടരുത്, അവനെ വിട്ടുപോക എന്ന് യേശു അതിനെ ശാസിച്ചപ്പോൾ ഭൂതം അവന്റെ നടുവിൽ തള്ളിയിട്ട് കേടൊന്നും വരുത്താതെ അവനെ വിട്ടുപോയി. എല്ലാവർക്കും വിസ്മയമുണ്ടായി. ഈ വചനം എന്ത്? അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവ പുറപ്പെട്ടു പോകുന്നു എന്നും തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ആമേൻ. നമ്മൾ പലപ്പോഴും കേട്ട വചനമാണ്. പക്ഷെ ബൈബിളിനകത്ത് ലൂക്കാസ് വിശേഷം 4-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുകയാണ് ഈ വചനത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. ഇതുവരെ കഫർനഹൂമിൽ വന്ന് പ്രസംഗിക്കുന്നവർ, ആലയത്തിൽ വന്ന് പ്രസംഗിക്കുന്നവർ സാധാരണ പ്രസംഗം മാത്രമായിരുന്നു. ആ പ്രസംഗത്തിനകത്ത് പ്രത്യേകതകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ യേശു കഫർനഹൂമിൽ വന്നിട്ട് യേശു പ്രസംഗിക്കുന്നതിന് മുൻപ് ഉണ്ടായ സംഭവമാണ് ജനത്തിന് അത്ഭുതം, വിസ്മയാകുന്ന രീതിയിൽ അവർ നോക്കിയപ്പോൾ യേശു ഒരു വ്യക്തിയിലുള്ള ഒരു പൈശാചിക മണ്ഡലത്തെ ശാസിക്കുന്നു. ആ പൈശാചിക മണ്ഡലം വിട്ടുപോകുന്നു. ഇതുവരെ ആരും കാണാത്ത ഒരു ശുശ്രൂഷ കഫർനഹൂമിൽ കണ്ടപ്പോൾ അവർ പറയാ അത് അവരുടെ ജീവിതത്തിനകത്ത് ഒരു വിസ്മയമായി. ഇവൻ ആരാണ് എന്ന് മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ തുടങ്ങി. യേശു എന്ന് പറയുന്ന യോസഫിന്റെയും മറിയത്തിന്റെയും മകൻ എന്ന് പറയുന്നവൻ ഇവൻ ആരാണ്? ഉൽപ്പത്തി മുതൽ മലാക്കി വരെ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഉൽപ്പത്തിക്കകത്ത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. മലയാളത്തിൽ പറയുന്നു ആകാശത്തെയും ഭൂമിയെയും പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുക ഹെവൻ, സ്വർഗങ്ങളും എർത്തും ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. അവിടെ തുടങ്ങിയിട്ട് ആ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായം, 2-ാമത്തെ അധ്യായം, 3-ാമത്തെ അധ്യായത്തിനകത്ത് ആദത്തെ സൃഷ്ടിക്കുന്നു. ആദത്തിന്റെ വാരിയിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിക്കുന്നു. അതിനുശേഷം 3-ാമത്തെ അധ്യായത്തിലെത്തിയപ്പോൾ ആ ഹവ്വയുടെ അടുത്ത് ഒരു സർപ്പം വന്നിട്ട് പ്രലോഭനത്തിൽ കൂടെ, ഭക്ഷണത്തിൽ കൂടെ ഹവ്വയെ പ്രലോഭിപ്പിച്ചു. ഹവ്വയോട് പറഞ്ഞു ഇത് കഴിച്ചാൽ മരിക്കത്തില്ല എന്ന് ഞാൻ പറയുന്നു. ഇത് പിശാച് ഒരു പ്രേരണ കൊടുത്തു, പ്രലോഭിപ്പിച്ചു. ആ ഹവ്വ അത് കഴിച്ചു. ഹവ്വ കഴിച്ചിട്ട് ഹവ്വ എടുത്ത് കഴിക്കുക. ഹവ്വ ആദത്തിന് കൊടുത്തു, ആദം കഴിച്ചു. ഹല്ലേലൂയ. അവിടെ മുതൽ അവിടെ സെപ്പറേറ്റ് ബൈബിൾ പറഞ്ഞ വാക്ക്, അവിടെ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് എഴുതാതെ എഴുതിയൊരു വാക്കുണ്ട്. അവിടെ മരണം തുടങ്ങി. എന്താ മരണം എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ. അതായത് ആദവും ഹവ്വയും ആരും സെപ്പറേറ്റഡ് ആയി. പിശാചും അവരെ പ്രേരിപ്പിച്ച് അവർ ദൈവത്തിന്റെ അടുത്ത് നിന്ന് സെപ്പറേറ്റഡ് ആയി. ഈ സെപ്പറേഷന് കാരണമുണ്ട്. ഇതിനു മുൻപ് ഉൽപ്പത്തിക്ക് പുസ്തകത്തിന്റെ ആരംഭത്തിന് മുൻപ് ഈ ലോകത്ത് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ ഭൂമിക്കകത്ത് നമ്മൾ കാണുന്ന ഒരു ബൈബിളിനകത്ത് ഉൽപ്പത്തി മുതലാണ് ആരംഭിക്കുന്നതെങ്കിലും ഇതിനു മുൻപ് ഒരു ലോകം ഉണ്ടായിരുന്നു. അത് എസെക്കിയേലിന്റെ പുസ്തകത്തിനകത്തും ഏശയ്യായുടെ പുസ്തകത്തിനും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. അരുണോദയ പുത്രനായ ശുക്ര നീ എങ്ങനെ വീണു. അതായത് ദൈവത്തിന്റെ അടുത്ത്, യഹോവയായ ദൈവത്തിന്റെ അടുത്ത് ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു ദൂതനുണ്ടായിരുന്ന. ദൂതന്റെ പേര് ലൂസിഫർ എന്നായിരുന്നു. ആ ലൂസിഫറിന്റെ ഒരു ആഗ്രഹം, എനിക്ക് എങ്ങനെയെങ്കിലും പിതാവിനേക്കാൾ അല്ലെങ്കിൽ പിതാവിന്റെ അടുത്ത് കയറിയിരിക്കണം, എന്നെ ഇനി മുതൽ ആരാധിക്കുന്ന ആഗ്രഹം വന്നപ്പോൾ എന്ത് ചെയ്തു? അവിടുന്ന് തട്ടി താഴെയിട്ടു. ആ തട്ടി താഴെയിട്ടതാണ് ഭൂമി ശൂന്യമായി കിടക്കുന്നത്. ആ ശൂന്യതയിൽ കിടക്കുന്ന പിശാചിന് മനസ്സിലായി ഇനി ഒരിക്കലും എനിക്ക് പിതാവിന്റെ അടുത്തോട്ട് പോകാനോ പിതാവ് എന്നെ സ്വീകരിക്കുകയോ ചെയ്തു. ഞാൻ സെപ്പറേറ്റഡ് ആയി എന്ന് പറഞ്ഞാൽ എന്റെ ആഗ്രഹം എന്താ? ഇനി ആരെങ്കിലും ദൈവത്തിനോട് അടുക്കുന്നുണ്ടെങ്കിൽ അവരെ സെപ്പറേറ്റഡ് ആക്കുക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ അവിടെ ഒരു മരണം സംഭവിക്കുന്നു. അതായത് ദൈവവും ആദവും ഹവ്വയും ഒരു സെപ്പറേഷൻ സംഭവിച്ച പോലെ ഈ ആഗ്രഹം ആർക്ക് ലൂസിഫർ തോന്നി. ലൂസിഫർ ചെയ്തു, അവരെ സെപ്പറേറ്റഡ് ആക്കി. ആരാണ് യേശു എന്ന ചോദ്യത്തിന് നമ്മൾ ഉൽപ്പത്തി മുതൽ മലാക്കി വരെ വായിക്കുമ്പോൾ ഏറ്റവും സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നത് യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്താണ്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുകയാണ് 7-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിനകത്ത് ഇമ്മാനുവേൽ എന്ന് പറയുന്നു. ഹല്ലേലൂയ. ഈ യേശയ്യാ 22-ൽ പറയുന്നു ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെച്ചിരിക്കുന്നു, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കത്തില്ല. മീഖായുടെ പുസ്തകത്തിൽ പറയുന്നു അവൻ ബേത്ലഹേമിൽ ജനിക്കുമെന്ന് പറയുന്നു. ഇങ്ങനെ പഴയ നിയമത്തിനകത്ത് ഒത്തിരി കാര്യങ്ങൾ യേശു ആരാണെന്നും യേശുവിന്റെ പേരെന്താകുന്നും യേശുവിന്റെ മരണം എങ്ങനെയാണെന്നും ജീവിതം എങ്ങനെയാണെന്നും യേശയ്യാ പ്രവാചകൻ വളരെ സ്പഷ്ടമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് മീഖായുടെ പുസ്തകം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം ഒരു 600 വർഷക്കാലം ഇരുണ്ട കാലഘട്ടമായിരുന്നു. ഡാർക്ക് ഏജ് എന്ന് പറയുന്നു. ആ സമയത്ത് ഒരു പ്രവാചകന്മാരും പ്രസംഗിച്ചിട്ടില്ല, ഒരു പ്രവാചകന്മാരും പ്രവചിച്ചിട്ടില്ല, ഒരു ദൂതുകളും ലോകം കേട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ആലയത്തിനകത്തോട്ട് സക്രിയാവ് എന്ന ഒരു പുരോഹിതൻ കയറി ചെല്ലുന്നു. സക്രിയാവിന് ദൈവവുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നു. ആദ്യത്തെ എൻകൗണ്ടർ ബൈബിളിനകത്ത്
പുതിയ നിയമത്തിൽ ഫസ്റ്റ് എൻകൗണ്ടർ ഉണ്ടാവുന്നത് സക്രിയാവിന്. ആ സക്രിയാവിന് എൻകൗണ്ടർ ഉണ്ടാവുന്നു. സക്രിയാവ് ആലയത്തിനകത്ത് പോയിട്ട് ലേറ്റ് ആയി. അപ്പോൾ ജനത്തിന് മനസ്സിലായി അവിടെ എന്തോ സംഭവിച്ചു എന്നുള്ളത്. അവിടെ പോയിട്ട് ദൂതനെ കണ്ടു. തന്റെ ലൈഫ് തിരിയുകയാണ്. താൻ അവിടുന്ന് ഇറങ്ങുമ്പോൾ താൻ കണ്ടത് എന്താണെന്ന് താൻ മനസ്സിലാക്കാൻ ഇതിനെ വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് താൻ വിക്കനായി പോയി. താൻ പുറത്തിറങ്ങി തന്റെ ജീവിതത്തിനകത്ത് സംഭവിച്ചെല്ലാം പറഞ്ഞു. ജനം അത്ഭുതത്തോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഒരു സഹോദരി, മാതാവിന്റെ പേര് പറയുന്നില്ല, പിതാവിന്റെ പേര് പറയുന്നില്ല, ഭവനത്തിനകത്തിരിക്കുക. ആ ഭവനത്തിനകത്തിരിക്കുമ്പോൾ തന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ എന്താണ് മാതാവിന്റെ പേരും പിതാവിന്റെ പേരും പറയുന്നത് അറിയത്തില്ല. പക്ഷേ ആ സഹോദരിക്കകത്ത്, സഹോദരി ഭവനത്തിനകത്തിരിക്കുമ്പോൾ ഒരു ദൂതൻ കയറി വന്നു, ഒരു ന്യൂസ് കൊടുക്കുക. അല്ലെങ്കിൽ കന്യകയായ നീ പ്രസവിക്കാൻ പോവുക. അവൾ പറയുന്നു, ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ ഭർത്താവിനെ അറിഞ്ഞിട്ടില്ല, ഞാൻ എങ്ങനെ ഇത് സംഭവിക്കുന്നു, അവൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ. പക്ഷേ ആ വചനം വായിക്കുമ്പോൾ അവളുടെ ലൈഫിനകത്ത് ഇതുവരെ കാണാത്ത ചില കാര്യങ്ങൾ, പരിശുദ്ധാത്മാവ് നിന്നിൽ വന്ന് നിറയും, നീ ഗർഭിണിയാകുമെന്ന് പറയുന്നു. അവൾ ആ വാക്കിനെ വിശ്വസിച്ചു. അവൾ ആമേൻ പറഞ്ഞു. കൃപ ലഭിച്ചവളുടെ ദൈവത്തിന് നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം അവൾ ഹല്ലേലൂയ അവളുടെ ഒരു ദൂത് കൂടെ പറഞ്ഞു. ഇത് നിനക്ക് മാത്രം ദൂതും കൂടിയല്ല, നീ എലിസബത്ത് ഗർഭിണിയായിരിക്കുന്നു. അവളുടെ കാര്യം കൂടെ പറഞ്ഞപ്പോൾ എലിസബത്തിന്റെ വീട്ടിലോട്ട് ഓടിച്ചു. അവിടെ ചെന്നപ്പോൾ എലിസബത്തിന്റെ വയറിനകത്ത് കിടക്കുന്ന പിള്ള മറിയ കയറി ചെന്നപ്പോൾ തുള്ളിച്ചാടി. നമ്മളിത് കാണുന്നത് ഇങ്ങനെയാ. പക്ഷെ പിന്നീട് യേശയ്യാ പ്രവാചകന്റെ 34-ാമത്തെ അധ്യായത്തിനകത്തും 60-ാമത്തെ അധ്യായത്തിനകത്തും പറഞ്ഞിട്ടുണ്ട്, മരുഭൂമിയിൽ നിന്ന് അത് ഒരുവൻ വരും എന്ന് പറയും. ആ വാക്ക് ഹല്ലേലൂയ സ്തോത്രം. ഒരു ദിവസം ഹല്ലേലൂയ മരുഭൂമിക്കകത്ത് സ്നാനം നടന്നുകൊണ്ടിരിക്കുക, ഒറ്റ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, സർപ്പസന്തതികളെ എന്ന് വിളിച്ച് ഹല്ലേലൂയ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അവർ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്ത് സ്നാനമായിരുന്നു? മാനസാന്തര സ്നാനം നടത്തിക്കൊണ്ടിരിക്കുക. അവിടെ ഹല്ലേലൂയ സ്തോത്രം. അവൻ മാനസാന്തര സ്നാനം നടത്തുന്ന ഇടത്ത് ഹല്ലേലൂയ യോസഫിന്റെയും മറിയയുടെയും മകനായ 30 വയസ്സുള്ള ഒരു യുവാവ് കടന്നു വന്നു. ആ യുവാവ് കടന്നു വന്നപ്പോൾ ഇന്ന് വരെ പ്രസംഗിക്കുന്നത് എങ്ങനെയായിരുന്നു? സ്വർഗരാജ്യം, യോഹന്നാൻ പ്രസംഗിച്ച പ്രസംഗം എങ്ങനെയായിരുന്നു? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, എന്റെ പിന്നാലെ വരുന്നവൻ അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അടുത്തു പറയാ, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനപ്പെടുന്നു, എന്റെ പിന്നാലെ വരുന്നവൻ അവൻ തീയാലും പരിശുദ്ധാത്മാവിലും സ്നാനപ്പെടുത്തുമെന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോരുത്തരെ സ്നാനപ്പെടുന്ന സമയത്ത് അവൻ പോലും അറിയാതെ ആരാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് അറിയാതെ ഒരു വ്യക്തി കടന്നു വരിക. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സ്വർഗരാജ്യം തന്റെ മുൻപിൽ ഒരു വ്യക്തിയായി വന്ന് നിൽക്കുക. അവൻ നോക്കിയപ്പോൾ ഇന്ന് വരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, അമ്മയുടെ ഉദരത്തിലായപ്പോൾ 30 വർഷം മുൻപ് കണ്ടതാണ്. ഹൃദയത്തിനകത്ത് അറിയ തുള്ളിച്ചാടിയപ്പോൾ അന്ന് മനസ്സിലാക്കിയ അതേ അനുഭവം ഇപ്പോൾ അവന്റെ ഹൃദയത്തിനകത്ത് മനസ്സിലായി. അവൻ തുള്ളിച്ചാടിയ അതേ ആത്മാവുള്ള വ്യക്തി എന്റെ മുൻപിൽ വന്ന് നിൽക്കുന്നു. അവന് മനസ്സിലായി ഒരു അസാധാരണമായ ദൈവശക്തി വെളിപ്പെടാൻ തുടങ്ങി. അവൻ ചിന്തിച്ചു തുടങ്ങി. ഇവൻ നോക്കി. അപ്പോൾ യേശു എല്ലാവരും സ്നാനപ്പെടുത്തുമ്പോൾ ഇവന് മനസ്സിലായി അവൻ സ്നാനപ്പെടുത്താൻ പോകുന്ന വ്യക്തി ആരാണെന്ന്. ഇവൻ ഇവരെ പ്രസംഗിച്ചു. ആ പ്രസംഗിച്ച വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ പറഞ്ഞു, നിന്നെ ഞാൻ സ്നാനപ്പെടുത്താൻ പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക്, ഇപ്പോൾ സമ്മതിക്കുക. ഇതുവരെ യോസഫിന്റെയും മറിയയുടെയും മകനായ യേശുവിനെ അതിന് യോഹന്നാൻ വെള്ളത്തിൽ സ്നാനപ്പെടുത്തിയപ്പോൾ, ആ സ്നാനപ്പെടുത്തിയിട്ട് ആ വെള്ളത്തിൽ നിന്ന് യേശു പുറത്തിറങ്ങിയ വെള്ളത്തിൽ വന്നപ്പോൾ ഹല്ലേലൂയ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, സ്വർഗം തുറന്നു. ഒരു വാക്ക് വന്നു. പിതാവ് പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് ഒരു വാക്ക് സ്വർഗത്തിൽ നിന്ന് പിതാവ് പറഞ്ഞ വാക്കിതാ, ഇതാ എന്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ സംപ്രീതനായിരുന്നു. This is my begotten son, this is my dearest son എന്ന് പറയുന്നു. ഒരു തൂത് കേട്ടു, ഒരു ശബ്ദം കേട്ടു. അതുവരെ മറിയത്തിന്റെയും യോസഫിന്റെയും മകനെ പിതാവ് പറയാ, ഇത് മറിയത്തിന്റെയും യോസഫിന്റെയും മകൻ എന്ന് പറയുന്നവൻ ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു. രാമി പറയാമോ? ഈ പ്രിയപുത്രൻ ഹല്ലേലൂയ യോർദാനിൽ നിന്ന് കയറിയപ്പോൾ 3 പ്രാവശ്യം പിശാച് പ്രലോഭിപ്പിച്ചു. ഏതൊക്കെയാ? 1 ഭക്ഷണം, 2 പറഞ്ഞു എന്നെ കുമ്പിട, 3 ചാട്, മലയുടെ മുകളിൽ ചാടാൻ പറഞ്ഞു. ഈ സംസാരത്തിനകത്ത് അല്ലെങ്കിൽ 3 ചോദ്യങ്ങൾക്കകത്തും യേശു വളരെ മനോഹരമായ ദൈവവചനം കൊണ്ട് അതിനെ ക്യാൻസൽ ആക്കി കളഞ്ഞു. അവിടെ മുതൽ 3.5 വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ച് 3 മരിച്ചവരെ ഉയർപ്പിച്ചു, 3 പേരെ ഉയർപ്പിച്ചു, അനേക കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കൊടുത്തി, അത്ഭുതങ്ങൾ ചെയ്തു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് തന്നെ കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ പിശാച് വിചാരിച്ചു ദിസ് ഈസ് ദ ലാസ്റ്റ് ഡേ എന്ന് വിചാരിച്ചിരിക്കുന്നത്. പിശാചിന്റെ ഹൃദയത്തിൽ ആഗ്രഹം, പിശാച് ആഗ്രഹിച്ചു, ലൂസിഫർ ആഗ്രഹിച്ചു, ഇനി പ്രിയപുത്രൻ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ അവസാനിക്കാൻ പോവുകയാണ്. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചൊരു വാക്കുണ്ട്, ഹല്ലേലൂയ കൊലോസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 2-ാമത്തെ അധ്യായത്തിനകത്ത്, ഹല്ലേലൂയ അത് പെട്ടെന്ന് എടുക്കും. കൊലോസ്യർക്ക് ലേഖനം എത്രാമത്തെ വാക്യം സിസ്റ്ററെ? ആ വാക്യം വായിച്ചേ. ആയുധങ്ങളുടെ
അവനെ ജയോത്സവം കൊണ്ടാടി പരസ്യ കാഴ്ചയാക്കി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുക, അവന്റെ കയ്യിലുള്ള സകല ആയുധത്തെയും ഹല്ലേലൂയ അവൻ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഹല്ലേലൂയ ക്രൂശിൽ അവരുടെ ജയോത്സവം കൊണ്ടാടി. ഈ ജയോത്സവം കൊണ്ടാടി എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ യേശു എന്തൊക്കെ ക്രൂശിൽ നിനക്ക് വേണ്ടി ചെയ്തു എന്ന് മനസ്സിലാക്കണം. 1 ദാരിദ്ര്യം, 2 നിന്റെ സകല പാപങ്ങൾ, 3 നിന്റെ ശാപങ്ങള്, ഹല്ലേലൂയ 4 ഇതുവരെ നിന്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്ന സകല കെട്ടുകളെയും അവിടെ അഴിച്ചു. നിന്നെ ജയോത്സവം കൊണ്ടാടി. ഈ ജയോത്സവം കൊണ്ടാടിയ ക്രിസ്തു, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് എവിടെ ഇരിക്കുന്ന പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് ഹല്ലേലൂയ നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. ഈ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു 500 പേർക്ക് പ്രത്യക്ഷപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് 40 നാൾ ഇവിടെ ജീവിച്ചിട്ട് ഹല്ലേലൂയ യേശു ഇവിടെ പോയി സ്വർഗാരോഹണം ചെയ്തു. യേശു സ്വർഗാരോഹണം ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നത്, തോട്ടത്തിനകത്ത് ഹല്ലേലൂയ അവിടെ ഉണ്ടായിരുന്ന ആദവും ഹവ്വായും ഉണ്ടായിരുന്നു. ആദവും ഹവ്വായും പാപം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? യേശു പിതാവുമായുള്ള ബന്ധം അവിടെ സെപ്പറേറ്റഡ് ആയി. ഈ ആദവും ഹവ്വായും തോട്ടത്തിനകത്ത് ആരെ പുറത്താക്കിയേ? ഒന്നുകൂടെ പറഞ്ഞാൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, തോട്ടക്കാരൻ യേശുവിനെ, തോട്ടക്കാരൻ ആദത്തിനെയും ഹവ്വയെയും പുറത്താക്കി. നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ. ഇത് ആരാ തോട്ടക്കാരൻ? ഈ തോട്ടക്കാരൻ വീണ്ടും വരുന്നുണ്ടെന്നേ. എവിടെയാ? നമുക്കൊന്ന് വായിക്കാം. ആ തോട്ടക്കാരൻ എവിടെയാ വന്നെന്നുള്ള കാര്യം. യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 11 മുതൽ 18 വരെ എടുത്ത് വായിക്കാമോ? ജോൺ ചാപ്റ്റർ 20 മുതൽ. ഓക്കെ. അടുത്തത് അടുത്തത് മറിയത്തിന് അറിയുന്നില്ല എന്ന് സംഭവിച്ചിട്ടുണ്ട്. മറിയം പ്രസംഗം കേട്ടുകൊണ്ട് യേശു പറഞ്ഞത്, പക്ഷേ മറിയത്തിന് മനസ്സിലാവുന്നില്ല എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത് പറയും സിസ്റ്ററെ. ഇത് പറഞ്ഞിട്ട് പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ, ഇന്നലെ രാത്രി ഞാൻ സംസാരിച്ചൊരു വാക്യമുണ്ട്, യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിനകത്ത് എന്നോട് സംസാരിച്ച നാദം കേൾപ്പാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 നിലവിളികളുടെ നടുവിൽ നീലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച അണിഞ്ഞ് ഇതേ യോഹന്നാൻ ഈ യേശുവിനെ കണ്ടത് മനുഷ്യനുമല്ലാത്ത രൂപത്തിൽ അവന്റെ വെറും പച്ച മാംസമായിട്ട് ക്രൂശിൽ കിടക്കുന്ന കണ്ടു. ഇപ്പോൾ ആ യോഹന്നാൻ കാണാം മാറത്ത് പൊൻകച്ച അണിഞ്ഞ യേശുവിനെ. അവന്റെ കണ്ണിനെ കുറിച്ച് പറയുന്നു, അവന്റെ കാലിനെ കുറിച്ച് പറയുന്നു, അവന്റെ തലമുടിയെ കുറിച്ച് പറയുന്നു, അവന്റെ നെഞ്ചിനെ കുറിച്ച് പറയുന്നു, അവൻ ആരാണെന്ന് പറയുന്നു, അവന്റെ കയ്യിലുള്ള 7 നക്ഷത്രത്തെ കുറിച്ച് പറയുന്ന പകൽക്കാലം ശ്രദ്ധിക്കുക. വായിച്ച സഹോദരി, അവൻ പിന്നോക്കം തിരിഞ്ഞ് യേശു നിൽക്കുന്നത് കണ്ടു. എന്നിട്ട് യേശു എന്ന് അറിഞ്ഞില്ലതാണ്. അടുത്ത വാക്കുകൾ ശ്രദ്ധിക്കാം. യേശു അവളോട്, സ്ത്രീയെ നീ കരയുന്നത് ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അടുത്ത വാക്ക്, ഇതാണ് തോട്ടക്കാരൻ. ഏത്? ആദത്തെയും ഹവ്വയെയും തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ തോട്ടക്കാരൻ നിനക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം വന്നിരിക്കുക. വെളിപ്പാട് പുസ്തകത്തിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം വായിക്കാമോ? വെളിപ്പാട് 3:20 വായിക്കാമോ? ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവരോടും അവൻ എന്നോടും കൂടെ അത്താണ്. ഇന്ന് പകൽക്കാലം പിതാവ് പറയുകയാണ്, അല്ലെങ്കിൽ ആ വചനം പറയുകയാണ്, ഞാൻ നിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും ഇന്ന് പകൽക്കാലം കർത്താവിന് വേണ്ടി ആരെങ്കിലും നിങ്ങളുടെ ഹൃദയം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. ആരുടെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. വാക്ക് ശ്രദ്ധിക്കണമേ. അടുത്തൊരു വാക്യം വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. 1 തെസ്സലോനിക്ക ലേഖനത്തിനകത്ത് 4-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം 17-ാമത്തെ വാക്യം. 1 തെസ്സലോനിക്കകത്ത് 4-ാമത്തെ അധ്യായം 16-17 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? 1 തെസ്സലോനിക്ക 4:16-17. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ
Yes. മുമ്പേ വാഗ്ദാനം നൽകുകയും ചെയ്യും. അടുത്തത്. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം Yes. അവരോട് ഒരുമിച്ച് Yes. ആകാശത്തിൽ Yes. കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ഈ ലോകത്ത് യുദ്ധം ഉണ്ടാകും. എന്തൊക്കെ സംഭവിച്ചാലും പ്രധാന ദൂതൻ കാഹളം ഊതുമ്പോൾ എന്റെ കർത്താവ് അങ്ങോട്ട് പോയ കർത്താവ് ഹല്ലേലൂയ ഇവിടെ ഇറങ്ങി വരും. എന്നിട്ട് പറയാം, മരിച്ചവരെ അടക്കം ചെയ്തവരെ അവിടുന്ന് അവരെ ആത്മാവിനെ എടുക്കും. ജീവനോട് ശേഷിക്കുന്നവരെ ഈ ഒരു പ്രതീക്ഷയുടെ ആമേൻ പറയാമോ? ഞാൻ വിശ്വസിക്കുന്നു ഇത് മനസ്സിലാക്കിയെന്ന്. ഞാൻ വിശ്വസിക്കുന്നു സ്വർഗത്തിലെ ദൈവം ഇത്രയും ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. God bless you. ഇത് പ്രസംഗിച്ചാൽ മാത്രമേ അടുത്തൊരു സ്റ്റേജിലോട്ട് കയറാൻ. അതുകൊണ്ട് ഞാൻ ഈ ഭാഗം വീണ്ടും എടുത്തത്. നമുക്കൊരു വാക്യം വായിക്കാം.